സിനുജി നമസ്കാരം. ഈ മാലിദ്വീപ് വീണ്ടും ഇന്ത്യയുടെ കാല് പിടിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. കാര്യം ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായമൊന്നും വേണ്ട, നിങ്ങളുടെ സൈന്യം ഇവിടെ ആവശ്യമില്ല, ഗെറ്റ് ഔട്ട് ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയോട് അങ്ങനെ പറയുകയും ഇന്ത്യൻ കൃത്യമായി നമ്മുടെ സൈന്യത്തെയൊക്കെ പിൻവലിച്ച് നിൽക്കുകയും ചെയ്തു. അതിനുശേഷം വലിയൊരു പണി അവർക്ക് കിട്ടി ലക്ഷദ്വീപുമായി ബന്ധപ്പെട്ടൊക്കെ. ഇപ്പോൾ വീണ്ടും അവർ ഇന്ത്യയുടെ കാല് പിടിക്കുന്നു, ഞങ്ങൾക്ക് സൈന്യത്തെ വേണം സഹായിക്കണം എന്നൊക്കെ പറയുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അറിയോ എന്താണ് കൂടുതൽ വിവരങ്ങൾ? അതായത് ഈ മാലദ്വീപ് ആദ്യം ഒന്ന് കാല് പിടിച്ചതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ ഒന്ന് ചർച്ച ചെയ്തു. കാരണം അവിടുത്തെ ടൂറിസം മേഖല തകർന്നിരുന്നു. അതായത് ഇന്ത്യ ഒന്ന് ചൊറിഞ്ഞപ്പോഴത്തേക്കും നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി 2-3 ഫോട്ടോ ഇട്ട്, വേറെ ഒന്നും പറഞ്ഞില്ല. ആ ഫോട്ടോ ഇട്ടപ്പോഴത്തേക്ക് അവിടുത്തെ ടൂറിസം രംഗത്ത് വലിയ ഇടിവുണ്ടായി. അവരുടെ ടൂറിസം മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണെങ്കിൽ 41% സഞ്ചാരികളുടെ കുറവ് രേഖപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ മാലദ്വീപിന്റെ പ്രധാന വരുമാന മാർഗം ടൂറിസമാണ്, മറ്റൊന്ന് മത്സ്യബന്ധനമാണ്. അപ്പോൾ ആ മേഖല ഏതാണ്ട് തകർന്നു. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ സേവനം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മാലദ്വീപിൻ ഭരണകൂടം ഇന്ത്യയെ സമീപിക്കുകയാണ്. ഇന്ത്യൻ ആർമി അവിടെ എത്തണം, എന്നിട്ട് അവിടെയുള്ള ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കണം, അവിടെയുള്ള മറ്റ് ടെക്നിക്കൽ സാങ്കേതികപരമായ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളെ സഹായിക്കണം, സൈന്യം അവിടെ എത്തിയിട്ട് അവിടെ വിമാനം, ഹെലികോപ്റ്റർ എന്നിവ ഓപ്പറേറ്റ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇന്ത്യ എക്കാലത്തും ഈ മാലദ്വീപിനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറയുന്ന പ്രസിഡന്റ് ഈ കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുമ്പാണ് അവിടെ അധികാരമേറ്റത്. അതിനുശേഷമാണ് ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾ മൊത്തം താറുമാറായത്. ഈ താറുമാറായ സമയത്ത് അന്ന് മുഹമ്മദ് മൊയ്സു പറഞ്ഞത്, ചൈനയുടെ സഹായം ഞങ്ങൾക്കുണ്ട്, ചൈനീസ് അന്തർവാഹിനി വന്ന് ഞങ്ങളുടെ സമുദ്രാതിർത്തിയിൽ കിടക്കും, ചൈനീസ് പട്ടാളം ഞങ്ങൾക്ക് കാവൽ നിൽക്കും, ചൈനയിൽ നിന്ന് വിമാനങ്ങളും ഹെലികോപ്റ്ററും വരും, ഇതൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ ചൈനയിൽ നിന്ന് വലിയ ഭീഷണിയാണ് അവർക്ക് ഉയരുന്നത്. അത് ചൈന അവരെ സഹായിച്ചു, പക്ഷെ ആ സഹായിച്ചത് മുഴുവൻ കടമായിട്ട് നൽകിയതാണ്, അല്ലെ വായ്പയായിട്ട് നൽകിയതാണ്, എളുപ്പം തിരിച്ചടച്ചു എന്ന് പറഞ്ഞിട്ട് വാണിങ്ങാണ്. അപ്പോൾ ചൈനയുടെ തന്ത്രം ഇത്, അവർ പൈസ അങ്ങോട്ട് കളഞ്ഞു കുളിക്കില്ല, പണം വിട്ടുള്ള കളിയില്ല. പക്ഷേ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യ എപ്പോഴും ഈ മാലദ്വീപിനെ സഹായിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ പട്ടാളം അവിടെ ചെന്നെങ്കിൽ മാത്രമേ അവർക്കൊരു സുരക്ഷ കിട്ടുള്ളൂ, അവിടുത്തെ ആളുകൾക്കൊരു പരിശീലനം ലഭിക്കുള്ളൂ, സാങ്കേതിക കാര്യങ്ങളിലെ വിമാനം പറത്തുന്നതിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസൊക്കെ വന്നാൽ വിമാനത്തിലോ ഹെലികോപ്റ്ററിലോ പുറത്തേക്ക് അതിനൊക്കെ ഇന്ത്യൻ സേനയുടെ സഹായമാണ് വേണ്ടത്. മാത്രമല്ല പണ്ട് 1980-കളിൽ ഈ റഡാർ സംവിധാനമൊക്കെ വന്നപ്പം ഇന്ത്യ അവിടെ സഹായത്തോടെ റഡാറൊക്കെ വെച്ചു. 1988-ൽ LTTക്കാർ അവിടെ ഒരു ആക്രമണം നടത്തി. ഈ ആക്രമണം നടത്തിയപ്പോൾ അവിടുത്തെ ഭരണകൂടത്തെ മുൾമുനയിൽ നിർത്തി, അല്ലെങ്കിൽ പാർലമെന്റിന്റെ ചുറ്റും LTTക്കാരൊക്കെ നിരന്ന് നിന്നിട്ട് ഞങ്ങളിപ്പോൾ തീർത്തുകളെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഡിമാൻഡ് വെച്ചു. അന്ന് ഇന്ത്യയുടെ സേവനം ആവശ്യപ്പെട്ടപ്പോൾ ഇന്ത്യൻ ആർമി അതുപോലെ ഇന്ത്യൻ നേവിയൊക്കെ നിമിഷങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ അവിടെ പറന്നെത്തുകയും LTTയെ പൂർണ്ണമായും തുരത്തുകയും ചെയ്തു. അങ്ങനെ മാലദ്വീപിനെ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പട്ടാളത്തിന്റെ സേവനം, സൈന്യത്തിന്റെ സേവനമൊക്കെ അവർക്ക് കൊടുത്തതാണ്. അതിൻ്റെ ഒരു നന്ദിയും അവർ ഇക്കാലം അത്രയും കാണിച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ കുറച്ച് നാളായിട്ട്, കാരണം ഈ മുഹമ്മദ് മൊയ്സു ഇത്തവണ അധികാരത്തിലേറാനായിട്ട് അവിടെ ക്യാമ്പയിൻ നടത്തിയത് ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം വെച്ചിട്ടാണ്. അങ്ങനെ മുദ്രാവാക്യം വെക്കാൻ ചൈനയുടെ വലിയ പിന്തുണയുണ്ട്. കാരണം ഈ മുഹമ്മദ് മൊയ്സു എന്ന് പറഞ്ഞത് മാലിയിൽ ഒരു മേയറായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ചൈനയുമായിട്ട് നല്ല ബന്ധമുണ്ട്. ആ ബന്ധം വെച്ചിട്ടാണ് അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ആയിട്ട് മത്സരിക്കുന്നത്. വലിയ പിന്തുണ കിട്ടുന്നു. സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഭരണ സർക്കാരിനെ ജനങ്ങൾ പിന്തള്ളി ഈ മുഹമ്മദ് മൊയ്സുവിനെ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചെന്താ, ഇന്ത്യ ഒന്നും വേണ്ട, ഇനി ലോകരാജ്യങ്ങളുമായി ഞങ്ങൾക്ക് നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞിട്ട് അധികാരം കിട്ടിയ ഉടനെ നേരെ ചൈനയിലേക്ക് പോകുന്നു. അവിടെ അവിടുത്തെ ഭരണാധികാരിയെ കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെല്ലുമ്പം അദ്ദേഹം, അതായത് ഷീപ്പിൻ എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ പറയാം, എന്നിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ 2 ദിവസം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ചൈനീസ് ഭരണത്തലവനെ കാണാൻ കഴിയുന്നത്. അതിനുശേഷം മറ്റ് രാജ്യങ്ങൾ സന്ദർശിക്കാനായി പോകുന്നു. പ്രധാനമായിട്ടും തുർക്കിയിലേക്ക് പോകുന്നു. ഇന്ത്യയിലേക്ക് വരുന്നേയില്ല. അപ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം മുഴുവൻ ഏതാണ്ട് തകർത്ത് ആ രീതിയിലാണ് മുന്നേറിയത്. എന്നിട്ടും ഇന്ത്യ കുറേ കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് മാലദ്വീപിൻ്റെ ഒരു ചരിത്രം എടുത്താൽ 1965 ജൂലൈ 25-നാണ് മാലദ്വീപിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അന്ന് വരെ പോർച്ചുഗീസിൻ്റെ ഒരു കോളനിയായിരുന്നു. ഈ പോർച്ചുഗീസ് കോളനി ആയ സ്ഥലത്ത് നിന്ന് അവർ വിട്ടുമാറി, അറിയാലോ, ബ്രിട്ടൻ കോളനിയൊക്കെ വിട്ടുപോയി ഇന്ത്യയിൽ നിന്ന് എന്ന് പറയുന്ന പോലെ പോർച്ചുഗീസും വിട്ടുപോയപ്പോൾ മാലദ്വീപിനെ ഒരു രാജ്യമായി ആദ്യമായി അംഗീകരിച്ചത് ഇന്ത്യ. കാരണം ഇന്ത്യയുടെ ഒരു തെക്ക് ഭാഗത്തായിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ ഏതാണ്ട് 268 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു കരഭൂമിയാണ് ഈ മാലദ്വീപ് എന്ന് പറയുന്നത്. മൊത്തം ഈ ദ്വീപുകളാൽ ചുറ്റപ്പെട്ട അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്ഥലമുള്ള ഒരു ചെറിയ പ്രദേശം. ഒരു ചെറിയ വെള്ളപ്പൊക്കം ഉയർന്നു വന്നു കഴിഞ്ഞാൽ തന്നെ മാലദ്വീപ് മുങ്ങിപ്പോകും. അപ്പോൾ ഈ മാലദ്വീപിനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ അവിടെ വലിയ നിക്ഷേപങ്ങൾ നടത്തി. ബില്യൺ കണക്കിന് നിക്ഷേപങ്ങളാണ് നടത്തിയത്. ഈ പൈസ തിരിച്ചു കിട്ടുമെന്നൊന്നും പ്രതീക്ഷിച്ചല്ല. ഇങ്ങനെ ഒരു രാജ്യമുണ്ട്, ഇവർക്ക് ഞങ്ങൾ സൈനിക
സഹായങ്ങൾ ചെയ്യുന്നു, ഞങ്ങൾ ഇവരുമായി സൈനിക, സാമ്പത്തിക, വ്യാവസായിക കരാറുകളിൽ ഏർപ്പെടുന്നു എന്നൊക്കെ ലോകത്തെ അറിയിച്ചു. അതൊരു വലിയ നേട്ടമായി പോയി. അപ്പോൾ ഇന്ത്യയുടെ പിന്തുണയിൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ടൂറിസത്തിനുള്ള സാധ്യതകൾ കണ്ടു. ഒപ്പം മത്സ്യബന്ധനം, മത്സ്യ സംസ്കരണം, അതുപോലെ തന്നെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട വികസനം, ഇതിനൊക്കെ ഇന്ത്യ ലക്ഷങ്ങളാണ്, അതായത് തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയല്ല, മറ്റൊരു രാജ്യത്തിൻ്റെ വികസനത്തിന് ഇന്ത്യക്ക് എന്തൊക്കെ ചെയ്യാമോ ആ രീതിയിലുള്ള സഹായങ്ങളൊക്കെയാണ് അന്ന് ചെയ്തുകൊണ്ട്, അതായത് നമ്മൾ കണ്ടറിഞ്ഞ് അവിടെ കൃത്യമായി പ്രവർത്തിച്ചു എന്നുള്ളത് തന്നെയാണ്. അതെ അതെ, കണ്ടറിഞ്ഞ് പ്രവർത്തിച്ചു. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഈ മോദി വൈസു അധികാരത്തിലെത്തുന്ന സമയത്തിന് തൊട്ട് മുമ്പ്, അതായത് നവംബർ 28 ആയപ്പോഴത്തേക്കും 2023 ഇന്ത്യ അവിടെ 8 പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചു. അതായത് 40ഓളം പ്രോജക്റ്റുകൾ അവിടെ നടത്തുന്ന കൂട്ടത്തിലാണ് 8 പ്രോജക്റ്റുകൾ പൂർത്തീകരിച്ചത്. അതൊരു വലിയ നേട്ടമാണ്. അത് മാത്രമല്ല, ഈ മാലിദ്വീപിൽ മാലി എന്ന് പറയുന്ന സ്ഥലം മാത്രമാണ് വലിയൊരു ക്യാപിറ്റൽ സിറ്റി, വലിയ സിറ്റി. ബാക്കിയെല്ലാം ചെറിയ ചെറിയ ദ്വീപാണ്. ഈ ദ്വീപിലേക്ക് പോകണമെങ്കിൽ അവർ ഉപയോഗിക്കുന്നത് സീപ്ലെയിനാണ്. സീപ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. അതായത് ടൂറിസ്റ്റുകളായാലും തദ്ദേശീയരായ ആൾക്കാരും ഒക്കെ ഈ സീപ്ലെയിനെ ആശ്രയിക്കണം. അപ്പോൾ അതുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ഇന്ത്യ അവിടെയും കുറേ സഹായം ചെയ്തു. കാരണം $500 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്ത്യ അവിടെ നടത്തിയത്. അപ്പോൾ ഇന്ത്യ നടത്തിയെന്ന് പറഞ്ഞാൽ അവിടെ ഗ്രേറ്റ് മാലി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ്. കാരണം അവിടുത്തെ ഈ മാലിയെ ഒന്ന് വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു പദ്ധതി. അപ്പോൾ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ദ്വീപുകളെല്ലാം തമ്മിൽ ബന്ധിപ്പിക്കുന്ന റോഡുകൾ, ബ്രിഡ്ജസ് ഒക്കെ നിർമ്മിക്കാൻ സാധിച്ചു. അതായത് കടലിൻ്റെ നടുക്ക് ബ്രിഡ്ജ് ഉണ്ടാക്കണം, അതിലൂടെ റോഡ് ഉണ്ടാക്കണം. അപ്പോൾ ഈ സീപ്ലെയിൻ്റെ എക്സ്പെൻസ് ഒഴിവാക്കാൻ കഴിയും. ഇത് വലിയ പ്രോജക്റ്റാണ്. അപ്പം ചൈനയുടെ പിന്തുണയുള്ള സഹായമൊക്കെ വന്നപ്പോൾ പറഞ്ഞു, ചൈനക്കാർ വരുമല്ലോ, ഞങ്ങളെ സഹായിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്ത്യയെ അവിടുന്ന് ഒഴിവാക്കാനായിട്ട് അവർ തീരുമാനിച്ചത്. അതായത് ഇത്രയും കാലം ഇന്ത്യ ചെയ്ത എല്ലാ കാര്യങ്ങളെയും മറന്നുകൊണ്ട് ഒരു എന്താണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു ഉളുപ്പില്ലാത്ത നയം സ്വീകരിച്ചു പച്ചയ്ക്ക് ആ നന്ദിയുടെ കാണിച്ചത്. ഈ 1965 ഇവർ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം 1968 അവിടെ അതുവരെ അവർ ഈ പിന്നെ രാജഭരണോ, അതായത് സുൽത്താനാണ് ഭരിക്കുന്നത്. അപ്പോൾ ഈ സുൽത്താൻ ഭരണം ഇനി വേണോ, ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളൊക്കെ അന്ന് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഇവർ ഹിതപരിശോധന നടത്തിയപ്പോൾ സുൽത്താൻ ഭരണം വേണ്ട എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1968 അവിടെ ജനകീയ സർക്കാർ വരികയാണ്. ആദ്യത്തെ പ്രസിഡന്റായിട്ട് ഇബ്രാഹിം നസീർ എന്ന് പറയുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം 1973 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. പക്ഷേ ഇദ്ദേഹം ഒരു പിന്നെ വലിയ കാഴ്ചപ്പാടുള്ള ഭരണാധികാരിയൊന്നുമല്ല. എന്ന് പറഞ്ഞാൽ മാലിദ്വീപ് സാമ്പത്തികമായി തകർന്നടിഞ്ഞു. അങ്ങനെ തകർന്നപ്പോൾ ഇന്ത്യ അവിടെ വീണ്ടും സഹായവുമായി എത്തി. പക്ഷേ ഈ സഹായവുമായി എത്തുന്ന സമയത്ത് തന്നെ ഈ മാലിദ്വീപിലെ ഈ ഭരണാധികാരി ഇബ്രാഹിം നസീർ, ഇയാൾ അവിടെ ഖജനാവിലുള്ള പൈസ എല്ലാം അവിടെ എടുത്തുകൊണ്ട് സിംഗപ്പൂരിലേക്ക് അങ്ങ് നാടുവിട്ടു. അതെ, നമ്മുടെ ഈ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും കാണുന്ന പോലെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ വേറെ രാജ്യത്താണ്, അവർക്ക് നിൽക്കാൻ ഇവിടെ ഉണ്ട് കേട്ടോ ചില ആളുകൾ ചാടി മറ്റു രാജ്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതോടുകൂടി മാലിദ്വീപിന്റെ സാമ്പത്തിക നില കംപ്ലീറ്റ് തകർന്നു. വീണ്ടും ഇന്ത്യ അവിടെ ഇടപെടുന്നു. ഇന്ത്യ അവിടെ വലിയ നിക്ഷേപം നടത്തുന്നു. എന്നിട്ട് മത്സ്യബന്ധന മേഖലയൊക്കെ ഒന്ന് വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ടൂറിസത്തിന് വലിയ സ്കോപ്പ് ഉണ്ടെന്ന രീതിയിൽ വലിയ പ്രചാരം നടത്തുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു സപ്പോർട്ട് അവർക്ക് എല്ലാത്തിനും കിട്ടി. ഇനി മെഡിക്കൽ എയ്ഡ് ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് സഹായിക്കാനായിട്ട് 2 വിമാനങ്ങൾ, ചെറിയ വിമാനങ്ങളുണ്ടല്ലോ, അത് 2 അവിടെ കൊണ്ടുവന്നു. ഒരു ഹെലികോപ്റ്റർ കൊണ്ടുവന്നു. 10-75 സൈനികരെ അവിടെ നിയോഗിച്ചു. എന്ന് വെച്ചാൽ അവിടുത്തെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഇന്ത്യക്ക് ഈ ഭൂമിശാസ്ത്രപരമായി ഈ കടലോര മേഖലയിലുള്ള മാലദ്വീപുമായിട്ട് നല്ല സഹകരണമുണ്ട്. ചൈനയ്ക്ക് ഇതിൽ ഭയങ്കര ചൊറിച്ചിലാണ്. അപ്പോൾ ചൈന കാലങ്ങളായിട്ട് ഇന്ത്യയെ അവിടെ നിന്ന് പുറത്താക്കാനും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാനും ഒക്കെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ ഈ മുഹമ്മദ് മൊയ്സു അധികാരത്തിലെത്തിയ ഉടനെ ഇന്ത്യൻ സൈന്യം ഇവിടുന്ന് പോകണം, ഞങ്ങൾക്ക് നിങ്ങളെ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായി. അങ്ങനെ ഇന്ത്യൻ സൈന്യം ഇവിടുന്ന് പോകുന്നു. ആ സമയത്ത് തന്നെയാണ് ഈ നരേന്ദ്രമോദി ഒരു ചിത്രം ഇട്ടു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. ഈ ചിത്രം ഇട്ടുകൊണ്ട് എന്ത് പറ്റി, നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നതിൽ വിശ്വസിക്കുന്നത്, വ്യത്യസ്ത സംസ്കാരം, വ്യത്യസ്ത ഭാഷ, ഭക്ഷണ രീതി. പക്ഷേ നമ്മൾ കുട്ടിക്കാലം മുതൽ തന്നെ ദേശീയത എന്ന കാര്യം സ്കൂളുകളിലടക്കം പഠിക്കുന്ന, നമ്മളൊരു കാര്യം വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി അല്ലെ നാഷണലിസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഒറ്റക്കെട്ട. ഇവിടെ നമ്മുടെ പ്രധാനമന്ത്രി ഉപദ്രവിച്ചപ്പോഴത്തേക്ക് നമ്മളെല്ലാം ഒറ്റക്കെട്ടായി. ഉടനെ മാലദ്വീപിനെതിരെ ക്യാമ്പയിനായി, ഹേറ്റ് ക്യാമ്പയിൻ, അല്ലെങ്കിൽ മാലദ്വീപിലേക്ക് ഇനി ആളുകൾ ടൂറിസ്റ്റുകൾ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ബോളിവുഡ് താരങ്ങൾ, ക്രിക്കറ്റ് താരങ്ങൾ അടക്കം വലിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. അങ്ങനെയാണ് 41% ഇടിവ് ടൂറിസത്തിൽ ഉണ്ടായത്. അതിന്റെ ഫലമായിട്ട് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപിൽ 35% ടൂറിസം വർദ്ധിപ്പിച്ചു. അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മെച്ചപ്പെട്ടിട്ടില്ല, എന്നിട്ടും ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ഇവിടുത്തെ ടൂറിസം 56% വർദ്ധിച്ചു. അപ്പോൾ ടൂറിസം മേഖലയിൽ വലിയ വർധന ഉണ്ടാകുന്നു. അപ്പോൾ ഇതുകൂടാതെ തൈവാനിലേക്ക്, മംഗോളിയയിലേക്ക്, ഇങ്ങോട്ടൊക്കെ ഈ ടൂറിസ്റ്റുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് പറഞ്ഞാൽ മാലദ്വീപിലെ ടൂറിസം കുറച്ച് എക്സ്പെൻസീവ് ആണെന്നുള്ള ഒരു
നരേറ്റീവ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതിനെ മറികടക്കാൻ മാലദ്വീപിന് കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യയുടെ കാല് പിടിച്ചേച്ച് പറഞ്ഞു അവിടുത്തെ ടൂറിസം മന്ത്രിയായിട്ടുള്ള ഇബ്രാഹിം ഫെയ്സൽ പറഞ്ഞത്, അല്ലയോ ഇന്ത്യക്കാരാ, ഞങ്ങളും നിങ്ങളുമായിട്ടുള്ള ബന്ധം അറിയാലോ, ചരിത്രപരമായി നമ്മൾ തമ്മിൽ ഭയങ്കര കൂട്ടായിരുന്നു, ഞങ്ങളെ ഇങ്ങനെ ഉപേക്ഷിക്കല്ലോ, ഒറ്റപ്പെടുത്തരുത്, ഞങ്ങളുടെ ടൂറിസത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നീക്കണം. സത്യത്തിൽ വിലക്കൊന്നും ഏർപ്പെടുത്തിയില്ല, പ്രധാനമന്ത്രി 2 പോസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ മന്ത്രിമാരും ജനങ്ങളും ഒക്കെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മളെ വല്ലാതെ അപഹസിച്ചപ്പോൾ നമ്മുടെ ജനത ഒന്നിച്ചിരുന്നവരൊക്കെ തിരിച്ച് ഒരു മറുപടി കൊടുത്തു. കാരണം മാലദ്വീപ് എന്ന് പറയുന്ന ഒരു ചെറിയ ദ്വീപ സമൂഹമാണ്. ഒരു സുനാമി വന്നാൽ പോലും ചിലപ്പോൾ അവർ പൂർണ്ണമായിട്ട് ആ രാജ്യം ഇല്ലാതാകും. 2004 സുനാമിയൊക്കെ വീശി അടിച്ച സമയത്ത് അവിടെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അന്ന് ഒന്നും നോക്കാതെ ഇന്ത്യൻ സൈന്യം നേരെ അവിടേക്ക് ചെല്ലുന്നു, അവർക്ക് സഹായം ചെയ്യുന്നു, ഫുഡും ബോട്ടിൽ വാട്ടറും ഒക്കെ കൊണ്ടുവരുന്നു. കാരണം അവിടുത്തെ ശുദ്ധജലത്തിന് വലിയ ക്ഷാമമാണ്, കടൽവെള്ളമാണ്. അപ്പോൾ ആ ശുദ്ധീകരണ പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇന്ത്യ അതിനുശേഷം പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നു. അത് ബില്യൺ കണക്കിന് ഡോളറാണ് അവിടെ ഇന്ത്യ നിക്ഷേപിക്കുന്നത്. ഈ പൈസ ഇന്ന് തിരിച്ചു കിട്ടുമെന്നൊന്നുമല്ല. പക്ഷേ ചൈന എന്ന് പറയുന്ന രാജ്യം മതി ഞങ്ങൾക്കെന്ന് ഇവർ നിലപാടെടുത്തപ്പോൾ ചൈനയും കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്തു. ചൈന അവിടെ 2-3 പാലം ഉണ്ടാക്കി. ഇതിനപ്പുറത്തേക്ക് കുറേ പൈസ കൊടുത്തു. പക്ഷേ ആ പൈസ എല്ലാം തന്നെ ചൈനീസ് ബാങ്കിന്റെ വായ്പയായിരുന്നു. വായ്പ കൊടുത്താൽ സ്വാഭാവികമാണല്ലോ തിരിച്ചു കിട്ടണം. തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സ്വാഭാവികമായി ആ രാജ്യം ഇവരുടെ കീഴിലേക്ക് വരും. അപ്പം മാലദ്വീപിന് ഇപ്പോൾ അത് മനസ്സിലായി. പ്രത്യേകിച്ച് ചൈനയാണ് അവരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായി, കാലങ്ങളായി നമുക്കറിയാവുന്നതല്ലേ. അപ്പോൾ ഈ മുഹമ്മദ് മൊയ്സു ഇപ്പോൾ കാല് പിടിക്കുകയാണ്. ചൈനയുടെ തന്ത്രം ഞങ്ങൾക്ക് മനസ്സിലായി. ചൈന ഞങ്ങളെ പൈസ തന്ന് ഭീഷണിപ്പെടുത്തി അവരുടെ അടിമയാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ ഒരു സഹായം വേണം. അപ്പോൾ ലോകരാജ്യങ്ങൾക്കിടയിൽ നയതന്ത്രപരമായ ഇടപെടൽ ഇന്ത്യയുടെ മെച്ചപ്പെട്ടതാണെന്നും അങ്ങനെ ഇന്ത്യ ഒരു രാജ്യത്തിന് സപ്പോർട്ട് കൊടുത്താൽ അവിടെ ചൈന കയറി ചൊറിയില്ലെന്നും മാലദ്വീപ് തിരിച്ചറിഞ്ഞു. കാരണം ഇന്ത്യയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അമേരിക്കയും റഷ്യയൊക്കെയാണ്. ഇന്ത്യ ഒരു മാലദ്വീപ് എന്ന് പറയുന്ന ഒരു രാജ്യത്ത് 10-100 ഭടന്മാരല്ല സൈന്യത്തെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെ കയറി ചൊറിയാൻ പോയാൽ ഇന്ത്യ എന്തെങ്കിലും ആക്രമണം നടത്തും, റഷ്യ അമേരിക്കയും കൂടെ നിൽക്കും. ചൈനയ്ക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. അപ്പോഴാണ് ഈ പറയുന്ന മുഹമ്മദ് മൊയ്സു ഇത്തരം നിലപാടെടുത്തത്. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുന്നിൽ ഈ മൊയ്സു ഭയങ്കരമായിട്ട് അപമാനിതനായി. ഇതിന്റെ കാരണം ഇത്രയേ ഉള്ളൂ. കാരണം അന്ന് പറഞ്ഞത് ചൈനക്കാർ മതി ഞങ്ങൾക്കെന്നാണ്, ഇപ്പൊ പറയുന്നത് ചൈനക്കാർ വേണ്ട, ഇന്ത്യ മതി. അവിടുത്തെ ഗവൺമെന്റ് തന്നെ വിവിധ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അപ്പൊ ഈ മൊയ്സുവിന്റെ ഒരു തീവ്ര താല്പര്യമായിരുന്നു ഇത്തരത്തിൽ. അപ്പം ഈ കടൽ അതിർത്തിയിലുള്ള പ്രധാനപ്പെട്ട അയൽരാജ്യമായതുകൊണ്ട് മാലദ്വീപിന്റെ കാര്യത്തിൽ ഇനി ഇന്ത്യ എന്ത് തീരുമാനം എടുക്കും എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു പ്രശ്നമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഈ പോർച്ചുഗീസ് കോളനി എന്നിടത്ത് നിന്ന് രക്ഷിച്ചത് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം കിട്ടിയപ്പം ഇങ്ങനെ ഒരു രാജ്യമുണ്ടെന്ന് അറിയിച്ചതൊക്കെ ഇന്ത്യയാണ്. മാത്രമല്ല അവിടെ ടൂറിസവും മത്സ്യബന്ധനവും കൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റും. സ്ഥാപിക്കായിരുന്നു. നമ്മൾ ഈ കോളനി സംസ്കാരമൊക്കെ കണ്ടു വളർന്ന ഇന്ത്യക്കും വേണമെങ്കിൽ അത് ചെയ്യാമായിരുന്നു. പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ചെയ്തത്. അയൽ രാജ്യം നമ്മുടെ തെക്ക് ഭാഗത്തുള്ളതാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ അവരെയും രക്ഷിക്കാം അല്ലെ അവരെ സഹായിക്കാം എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇതിനോട് ഇപ്പം ഇവർക്ക് സഹായം അല്ലെങ്കിൽ ഇവരെ അംഗീകരിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. കോവിഷീൽഡ് എന്ന് പറഞ്ഞിട്ട് തദ്ദേശീയമായിട്ടൊരു വാക്സിൻ വികസിപ്പിച്ചു. ഈ വാക്സിൻ ആദ്യം നമ്മൾ കൊടുത്തത് മാലിദ്വീപിനാണ്. ആ നന്ദി പോലും നമ്മളെടുത്ത് കാണിച്ചില്ല. അപ്പോൾ അത്രയും എതിർപ്പ് ഈ മുഹമ്മദ് മൊയ്സു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ചൈനയോടൊപ്പം നിന്ന് ചെയ്തു. ഇപ്പോൾ ചൈന നേരെ കൈയൊഴിഞ്ഞു. ഞങ്ങൾ തന്ന പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചതാ, അല്ലെങ്കിൽ ഞങ്ങൾ നടപടി സ്വീകരിക്കും. അപ്പോൾ ഇന്ത്യയുടെ അടുത്ത് മാലദ്വീപ് വന്ന് കാല് പിടിക്കുകയാണ്, നിങ്ങൾ ഇന്ത്യൻ സൈന്യം ഞങ്ങളുടെ അടുത്തേക്ക് വരണം, ഞങ്ങളുടെ ആളുകൾക്ക് കുറച്ച് പരിശീലനം നൽകണം, ട്രെയിനിങ് ഒക്കെ കൊടുത്ത് ഞങ്ങളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം, ഒപ്പം ഈ ചെറു വിമാനങ്ങൾ ഹെലികോപ്റ്ററൊക്കെ കൊണ്ടുവന്ന് മെഡിക്കൽ സഹായം ചെയ്യണം, ഒപ്പം സാങ്കേതിക മേഖലയിൽ മറ്റ് സഹായങ്ങൾ ചെയ്യേണ്ടപ്പോൾ ഈ സൈന്യത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകണം എന്ന് പറഞ്ഞ് കാല് പിടിക്കുന്നു. അപ്പോൾ ഇന്ത്യ ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കണ്ടു. എന്തായാലും നമുക്കത് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.